ധനമന്ത്രി കെ.എം. മാണിക്കെതിരെ ഇടതു പ്രവർത്തകരുടെ പ്രതിഷേധ പരമ്പര. സെക്രട്ടേറിയറ്റിന്റെ അകത്തും പുറത്തും മാണിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എറണാകുളത്ത് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ തിരുവനന്തപുരം നഗരസഭയിലെ ഭരണപക്ഷ കൌൺസിലർമാർ പ്രീ ബജറ്റ് ചർച്ച നടത്തുന്ന ദർബാർ ഹാളിന് മുന്നിലെത്തി മാണിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ ഭയന്ന് പ്രീ ബജറ്റ് ചർച്ചാവേദി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയെങ്കിലും പ്രതിഷേധിക്കാൻ തീരുമാനിച്ചവർ സുരക്ഷാ വലയം ഭേദിച്ചെത്തി പ്രതിഷേധിച്ചു. ചർച്ചാവേദിയായ ദർബാർ ഹാളിന് മുന്നിൽ കരിങ്കൊടി ഉയർത്തി മാണിയുടെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആദ്യമെത്തിയത്. ഇവരെ നീക്കം ചെയ്തതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയ രണ്ടാമത്തെ ഡിവൈഎഫ്ഐ സംഘം തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. പിന്നീടായിരുന്നു ഇടത് കൌൺസിലർമാരുടെ പ്രതിഷേധം. ദർബാർ ഹാളിലേക്ക് കയറാൻ ശ്രമിച്ച 4 കൌൺസിലർമാരെ പോലീസ് തടഞ്ഞു. ഇതോടെ മാണിയുടെ രാജി ആവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിയും തുടങ്ങി. എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാജിവെക്കും വരെ മാണിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും മാണിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് പറഞ്ഞു. കേരളത്തിൽ എവിടെയും അദ്ദേഹത്തിന് മന്ത്രി എന്ന നിലയിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് വരിക. ശക്തമായ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കെ.എം. മാണിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ കൊച്ചി, തിരുവനന്തപുരം.